ഹസന ഉംറ സംഘം ഇന്ന് വൈകുന്നേരം പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരത്തുള്ള മസ്ജിദുൽ ഹിജ്ർ തുടങ്ങിയുള്ള ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ലേ, അങ്ങനെ പോകുന്ന യാത്രയുടെ പ്രാരംഭഘട്ടത്തിലുള്ളത്. ഇത്തവണ നമ്മൾ ഫുന്ദുഖ് എന്ന് പറഞ്ഞാൽ ഫുന്ദുഖ് സഫ്വത്ത് അജിയാദ് എന്ന് പറയുന്ന ഫുന്ദുഖാണ്. സാധാരണ നമ്മൾ സഫ്വത്ത് അജിയാദിൻ്റെ 2 ഉണ്ടാവാറുണ്ട്. ഇത്തവണ സഫ്വത്ത് അജിയാദിൻ്റെ 1-ാം നമ്പറാണ്. ഏതായാലും ഇന്ന് പ്രഭാതം നമ്മുടെ ഉംറ സംഘം എല്ലാവരും 1ാമത് ഉംറ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2ാമതുള്ള പരിസര സിയാറയിലാണുള്ളത്. ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ പോകുന്നത് പരിശുദ്ധമായ ഹറമിലേക്കാണ്. കണ്ടില്ലേ, ഹോട്ടൽ മക്കാരിമാണ് ഈ കാണുന്നത്. VIP ഹോട്ടലാണ്. അത് കഴിഞ്ഞാൽ നേരെ കാണുന്ന ക്ലോക്ക് ടവർ, അതിന് നേരെ ബാക്കിലാണ് പരിശുദ്ധമായ ഹറമുള്ളത്. പ്രിയപ്പെട്ട ഉമ്മ എല്ലാവരും അൽഹംദുലില്ലാ നിഖാബൊക്കെ ധരിച്ച് വളരെ സന്തോഷത്തിൽ പോകുന്ന രംഗം കാണുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ ഇന്ന് പ്രഭാതത്തിൽ ഉംറ കഴിഞ്ഞു. അതിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധമായ ഹറം കാണുക, പരിസരം കാണുക എന്നുള്ള വലിയ ഉന്മേഷത്തോടെ അവരെല്ലാവരും കൂടെ ഇന്ന് പരിസര സിയാറകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുന്ന സമയം പരിശുദ്ധമായ ഹറമിൽ നിന്ന്. അതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളുണ്ട്. എന്നാലും കാര്യമായൊരു തിരക്കില്ല എങ്കിലും ചൂട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അനുഭവപ്പെടുന്നു. പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഇടതുവശത്തേക്ക് സഫ ടവറിൻ്റെ താഴ്വശത്തെ കൂടെ ഇറങ്ങിക്കൊണ്ടായാണ് നമുക്ക് ഇന്നത്തെ സ്ഥലത്തേക്ക് പോകാനുള്ളത്. പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ ചരിത്രങ്ങൾ കാണാൻ അറിയാൻ വല്ലാത്തൊരു സന്തോഷത്തിനാണുള്ളത്. കാരണം അല്പം ദൂരം നടക്കണമെങ്കിലും ചരിത്രങ്ങൾ കാണാമല്ലോ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ സ്വഹാബത്ത് ഇരുന്ന അനുഭവിച്ച ഓരോ ഇടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയോടാണ് അവരെല്ലാവരും നടന്നു നീങ്ങുന്നത്. ഏകദേശം ഇവിടുന്നൊരു 200-300 മീറ്റർ ദൂരം നടന്നാലാണ് മസ്ജിദുൽ ഹിജ്ർ എന്ന് പറയുന്ന പവിത്രമായ ഒരു ഇടമെത്തുക. അങ്ങോട്ടുള്ള യാത്രയാണ് ഞങ്ങളുള്ളത്. മിസ്ഫല ഭാഗത്തേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. മിസ്ഫല ഭാഗത്താണ് മസ്ജിദുൽ ഹിജ്ർ എന്ന് പറയുന്ന പവിത്രമായ പള്ളിയുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ റൂം ഉള്ളത് അജിയാദ് മസാഫിയിലായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് നടക്കുന്നൊരു ദൂരം അധികമൊന്നുമില്ല എങ്കിലും അല്പം ദൂരം കൂടുതലുണ്ട്. എങ്കിലും ചരിത്രങ്ങൾ നടന്നുകൊണ്ട് കാണുക, അറിയുക എന്നുള്ളത് എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരങ്ങളെ പരിചയപ്പെടുന്ന ഒരു യാത്രയിലാണുള്ളത്. അള്ളാഹിൻ്റെ ഹറമിൻ്റെ പരിസരങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പറഞ്ഞാൽ നമ്മൾ വരുന്ന സമയങ്ങൾ ഒരു പക്ഷേ ഇനി നമ്മളെ ജീവിതത്തിൽ ഇങ്ങോട്ട് ഇതുപോലെ വന്നോണമെന്നില്ല. വരുന്ന സമയങ്ങൾ മാക്സിമം എല്ലാ മുക്കുമൂലകളും നടന്ന് കാണാനും അറിയാനും നമ്മുടെ ആരോഗ്യം നമ്മൾ വിനിയോഗിക്കാൻ സന്നദ്ധരാണോ. അങ്ങനെ ആവുമ്പോൾ നാളുകളിൽ നമുക്കിത് ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ അന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും എനിക്കതെല്ലാം കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ബാക്കിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സിയാറകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാക്ക് 35-ാം വയസ്സിലല്ലേ, എത്രാമത്തെ വയസ്സാണ് നബൂവത്ത് ലഭിച്ചേ? 40 അല്ലേ. എന്നാൽ 35-ാമത് വയസ്സ് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചരിത്രം ഇങ്ങനെ പോവും, പരിചയപ്പെടുത്തുന്ന ചരിത്രങ്ങൾ ഇട്ടാം. ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാക്ക് ഇന്ന് 53 വയസ്സായിട്ടുണ്ട്. അപ്പൊ നമ്മളെ മനസ്സിൽ ഹബീബിന്റെ 53 വയസ്സ് കൊണ്ടുവരാം. ആരംഭപ്പൂവായ തങ്ങളുപ്പാപ്പാരെ കൊണ്ട് മക്കാരങ്ങട്ടാണ് ബുദ്ധിമുട്ടിപ്പോയി. ആരാ? അബൂജഹലിനും കൂട്ടരും, അല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ മക്കാരെല്ലാവരും തീരുമാനിച്ചു മുഹമ്മദിന് കൊല്ലലേ പരിഹാരമുള്ളൂ. പല നിലക്കും പലതും പരീക്ഷിച്ചു, ഒന്നും പരിഹാരമാവുന്നില്ല, ഇനി കൊല്ലലേ പരിഹാരമുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഹബീബായ തങ്ങൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വീട് വളഞ്ഞ് എന്ത് ചെയ്യണം, മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി എല്ലാവരും സന്നദ്ധരായിരുന്നു. ഈ വിവരം മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു. നബിയെ, ഇങ്ങനെയെല്ലാം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതുമായി ബന്ധപ്പെട്ടു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു.
അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ പരിശുദ്ധമായ ഹറമിൻ്റെ പിന്നിലാണല്ലോ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ വീട് നിൽക്കുന്നത്. അവിടുന്ന് പരിശുദ്ധമായ ഹറമിൻ്റെ മുമ്പിലുള്ള ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് വരികയാണ് നട്ടുച്ച നേരത്ത്. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഇത് കണ്ടതോടെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ ഹബീബ് എന്ത് ഈ നട്ടുച്ച നേരത്ത് അസമയത്ത് ഇങ്ങോട്ട് വന്നത്? സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ചോദിച്ചു, എന്ത് പറ്റി ഹബീബെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃത്തിയായി വിശദീകരിച്ചു. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ആദ്യമായി ഹബീബായ തങ്ങളോട് ചോദിച്ചത് തങ്ങളെ ഈ പാവം സിദ്ദീഖിനെയും കൂടെ കൂട്ടുമോ എന്നായിരുന്നു. അതായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ മഹബത്ത്. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ ഹബീബായ തങ്ങളുപ്പാപ്പക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ അവർ. അങ്ങനെ സിദ്ദീഖ് തങ്ങൾക്ക് സമ്മതം കൊടുത്തു എന്ന് മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന 6 മാസമായി വളർത്തിയിരുന്ന ഒരു മൃഗത്തെ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഹബീബായ തങ്ങളുപ്പാപ്പക്ക് ഹിജ്റ പോവാൻ യാത്രക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. ഹബീബായ തങ്ങളുപ്പാപ്പ അത് സ്വതക്കയായി സ്വീകരിക്കാതെ അതിന് ക്യാഷ് കൊടുത്തു വാങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അന്ന് അവർ അതെല്ലാം കൊടുത്തതിന് ശേഷം സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഹബീബായ തങ്ങളും കൂടെ എങ്ങനെയാണ് ഹിജ്റ പോവേണ്ടത്, ഏത് രൂപത്തിൽ പോകണം, എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു ഈ സ്ഥലമായിരുന്നു ഈ കാണുന്ന മസ്ജിദുൽ ഹിജ്ർ എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. മാഷാ അല്ലാഹ്, അത്ര മഹത്വമുള്ള സ്ഥലമാണ് പ്രിയമുള്ളവരെ. ഇതൊക്കെ നമ്മൾ കാണണ്ടേ? കണ്ടാൽ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മറ്റൊന്ന് തന്നെയാണ്. മസ്ജിദുൽ ഹിജ്റ ചരിത്രങ്ങൾ കണ്ടു, കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ നടന്നു നീങ്ങിയത് ജബൽ ഉമർ എന്ന് പറയുന്ന പവിത്രമായ ഒരു ഇടത്തിലേക്കാണ്. ഇതെല്ലാം മിസ്ഫല റൂട്ടിലാണ് കാര്യമായി കാണുന്നത്. ഓക്കെ, ഏതായാലും ഞങ്ങൾ യാത്രകൾ നടന്നു നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മൾ വൈകുന്നേര സമയമായതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാർക്കും ഉമ്മമാർക്കും കാര്യമായൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ വേണ്ടപ്പെട്ട 2 കൂട്ടുകാരായിരുന്നു. ആര്? ഉസ്മാനാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ തങ്ങളുപ്പാപ്പ. അപ്പൊ അലിയാർ തങ്ങളോ? അവരും പെട്ടിരുന്നു. ആയിക്കോട്ടെ, വിശദമായി പിന്നെ പറയട്ടെ. അതിപ്പോ നിങ്ങൾക്ക് അറിയുന്ന പരീക്ഷണമൊന്നുമല്ല, നമ്മൾ പരീക്ഷയല്ല, നമ്മുടെ ഓർമ്മകൾ നമുക്ക് തന്നെ എന്താണ് ഒന്നും കൂടെ ഒന്ന് അയവിറക്കാൻ നല്ല അവസരം അല്ലേ? നമ്മുടെ മക്കളെ മുമ്പിൽ പറ്റുമല്ലോ, ഇവിടെ മുമ്പിൽ എല്ലാവരും ഒരുപോലല്ലേ. ഏതായാലും ഹബീബായ തങ്ങളുപ്പാപ്പക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 പേരായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഉമർ തങ്ങളുപ്പാപ്പയും. എന്തുകൊണ്ടാണ് അവർ ആ രൂപത്തിലേക്ക് ആയത് എന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ മദീനയിൽ വെച്ചുകൊണ്ട് അവരടുത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചരിത്രം പറയട്ടാം. ഏതായാലും അങ്ങനെയുള്ള സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീട് ഞാൻ പറഞ്ഞു എവിടെയായിരുന്നു? ഈ കാണുന്ന ക്ലോക്ക് ടവറിന്റെ ഇപ്പുറത്തുള്ള, ഇത് ക്ലോക്ക് ടവർ അല്ലേ, അതിന് ഇപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് ഹബീബായ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയുടെ വീടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് ഹബീബായ തങ്ങളുപ്പാപ്പ പരിശുദ്ധമായ ഹറമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നു പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ആ സംഭവം നടന്ന സ്ഥലട്ടാ. അങ്ങനെ അന്ന് സിദ്ദീഖ് തങ്ങളുപ്പാപ്പ അവന്റെ വീട് അവിടെയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഉമർ തങ്ങളുപ്പാപ്പനെ കുറിച്ചാണ് പറയുന്നത്. സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ആരായിരുന്നു? വേണ്ടപ്പെട്ടവർ എന്നുള്ള വിഷയം വേറെ. ആരായിരുന്നു? കുടുംബക്കാര്. കറക്കി കുത്തിക്കോ മാണിക്കല്ലേ, എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ അത് പരീക്ഷ ഒന്നുമല്ല, ഏറ്റവും അടുത്ത് അത് പറഞ്ഞു. ആയിഷാബിന്റെ ഒപ്പം നടപ്പോ മാച്ച് ഇല്ലല്ലോ. എങ്ങനെയാണ് ഇതിന്റെ അതാണ് അമ്മോശാക്കി മരുവനെന്നല്ലേ അല്ലെ? ഹബീബിന്റെ അമ്മോശാക്കായിരുന്നു ആര്? സിദ്ദീഖ് തങ്ങളുപ്പാപ്പ. അങ്ങനെ 9 തങ്ങളോ? അങ്ങനെയാണോ? ഹബീബി പറയൂ. ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ അമ്മോശനായിരുന്നു. അവരും ഹഫ്സ ബീവിയുടെ ഉപ്പയാണല്ലോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുപ്പാപ്പ.
ഏതായാലും അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ച ഒരു സ്ഥലമാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ജബൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ബിൽഡിംഗ് നിന്നിരുന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചതെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണപ്പെടുന്നു. അല്ലാഹു ആലം. ഏതായാലും ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു എന്നും ആ ഗുഹയിലായിരുന്നു ഉമർ തങ്ങൾ പാപ്പ ജനിച്ചതെന്നൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധമായ ഹറമിൻ്റെ ഒരു വശത്ത് സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ വീട്, മറ്റൊരു വശത്ത് ഉമർ തങ്ങൾ പാപ്പ ജനിച്ച സ്ഥലം. മാഷാ അല്ലാഹ്, എത്രമാത്രം പവിത്രതയുള്ള സ്ഥലങ്ങളാണല്ലേ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ ഉംറ സംഘം ഇനി നടന്നു നീങ്ങുന്നത് മഖബറത്ത് ഷുബൈക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സുമയ്യ ഉമ്മയുടെ മഖബറ ഉള്ള, അതുപോലെ തന്നെ പൂർവിക കാലങ്ങളിലൊക്കെ ഖബർസ്ഥാനായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്കാണ്. പരിശുദ്ധമായ ഹറമിൻ്റെ ഒരു വശത്തുള്ള ദാറു തൗഹീദ് എന്ന് പറയുന്ന VIP ഹോട്ടലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരെല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്കത് ഓരോ ചരിത്രങ്ങൾ കാണാനുള്ള വല്ലാത്തൊരു ദാഹമുണ്ടല്ലോ. ആ ഒരു സന്തോഷമാണ് നമുക്ക് അവരെ കൂടെ ഹിദ്മ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. പരിശുദ്ധമായ ഹറം ഡെവലപ്പായി ഏകദേശം ഈ കാണുന്ന സ്ഥലം വരെ എത്തി. ഒരുപാട് സ്ഥലങ്ങൾ പുതുതായി എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഹറമിൻ്റെ ഒരു സൈഡിലുള്ള മനോഹരമായ കാഴ്ചയാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള മഖബറത്ത് ഷുബൈക്ക എന്ന് പറയുന്ന സുമയ്യ ഉമ്മയുടെ മഖബറ സ്ഥിതി ചെയ്യുന്ന, സുമയ്യ ഉമ്മയുടേതാണെന്ന് പറയപ്പെടുന്ന ആ ഖബർസ്ഥാനുള്ള സ്ഥലത്താണ്. ഈ ഒരു ഖബർസ്ഥാന പ്രത്യേകത മറ്റൊന്നും കൂടെ, പണ്ട് കാലങ്ങളൊക്കെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ കാലത്തൊക്കെ, അന്ന് കാലങ്ങളിൽ പെൺകുട്ടികൾ ജനിച്ചാൽ കൊന്നു ഒഴിച്ചു കൊടുക്കുന്ന അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ കാലം മുതലുള്ള ഖബർസ്ഥാനം ഇതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മഖബറത്ത് ഷുബൈക്ക, സുമയ്യ ഉമ്മ ഹയാത്തുള്ള കാലത്ത് തന്നെ സ്വർഗം കൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കയ്യിൽ നിന്ന് വാഗ്ദാനം ലഭിച്ച വലിയ മഹതിയായിരുന്നു സുമയ്യ ഉമ്മ. ആ സുമയ്യ ഉമ്മയുടെ മഖബറയും ഇതിനകത്താണ്. അവരെങ്ങനെയാണ് ഷഹീദായതെന്നുള്ള ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഓഡിയോ വേണ്ടതുപോലെ റെക്കോർഡിക്കലായില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കെല്ലാം അയച്ചു കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ളൊരു ഊർജ്ജമുണ്ടാവുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.